സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ടിലിരുന്ന് നന്നായി പഠിക്കുന്ന കുട്ടികൾ, ഏറ്റവും മനോഹരമായി പഠിക്കുന്ന കുട്ടികൾ ഡോക്ടറാവും, ടെസ്റ്റ് എഴുതി എൻട്രൻസ് എഴുതി തൊട്ട് പിറകെ ഇരിക്കുന്നത് എഞ്ചിനീയറാകും, അതിൻ്റെ പിറകെ ഇരിക്കുന്നവർ IAS കാരാകും, IPS കാരാകും, അതിൻ്റെ പിറകെ ഇരിക്കുന്നവർ മറ്റ് ജോലികളിൽ പോകും, ബിസിനസ് മറ്റ് ജോലികളിൽ പോകും. ഏറ്റവും പിറകെ ഇരിക്കുന്ന ഒന്നും പഠിക്കാത്ത വായി നോക്കി നടക്കുന്നവരും തല്ലുണ്ടാക്കി നടക്കുന്നവരും ഏറ്റവും പിറകെ ഇരിക്കുന്നവരും ക്ലാസ്സിൽ കയറാത്തവരുമുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ പോകും, നേതാക്കളാവും. എന്നിട്ട് ഏറ്റവും പിറകെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഭരിക്കും. അവരുടെ ഏറാൻ മൂളിക്കൊണ്ട് ഇപ്പുറത്തോട്ടുള്ള IAS IPS അവരുടെ പിറകെ നടക്കും. ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ കാലമൊക്കെ പോയി. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡൊന്നും അത്ര അട്രാക്റ്റീവ് അല്ല. ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ഗ്ലാമർ പോസ്റ്റിലേക്ക് IAS IPS IFS വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു വലിയ പരീക്ഷയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ എഴുതുന്നു. വലിയ 3-4 വർഷമൊക്കെ പരീക്ഷ എഴുതിയിട്ടാണ് കുട്ടികളൊക്കെ അത് കിട്ടുന്നത്. അത് വലിയൊരു ആസ്പിറേഷനാണ്. ഇപ്പോൾ വലിയ വാർത്തയുമാണ്. ഒരു സെലിബ്രിറ്റി ആകാനൊക്കെ പറ്റും. കളക്ടറായി കഴിഞ്ഞാൽ കളക്ടർ സെലിബ്രിറ്റിയാണ്. ചീഫ് സെക്രട്ടറിമാരായിട്ട് വരുമ്പോൾ വലിയ സെലിബ്രിറ്റിയാണ്. സമൂഹം അവരുടെ വാക്കുകൾ കേൾക്കും, അവരുടെ പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കും. അവർ വലിയ ത്യാഗമൊന്നും സഹിച്ചിട്ടില്ലെങ്കിലും അവർ ത്യാഗം എന്നൊക്കെ പറഞ്ഞ് എഴുതി പിടിപ്പിച്ചാലും ആ പുസ്തകങ്ങൾക്കെല്ലാം വലിയ മാർക്കറ്റുണ്ട്. അങ്ങനെ IAS കാർക്കും IPS കാർക്കും IFS കാർക്കും IRS കാർക്കും ഒക്കെ, അതായത് ആ ഇന്ത്യൻ സിവിൽ സർവീസ് UPSC സിവിൽ സർവീസുകാർക്ക്, ഞാനീ പറയുന്ന കുറേ ഘടകത്തിൽ 10-40 കണ്ടീഷനിൽപ്പെട്ടവർക്ക് വലിയ ഒരു ഗ്ലാമർ താരമാണ് ഇന്ത്യയിലവർ. ബ്രിട്ടീഷുകാരാണ് ഇത് സംവിധാനം ചെയ്ത് 540 അല്ലെ 550 വരുന്ന ജില്ലകളെ നേരിട്ട് ഡൽഹിയിലിരുന്ന് ഭരിക്കുന്നതിനും ബ്രിട്ടനിലിരുന്ന് ഭരിക്കുന്നതിനൊക്കെയാണ് ഇത് കൊണ്ടുവന്നത്. അതുകൊണ്ട് അമിത അധികാരമാണ് കളക്ടർമാർക്കൊക്കെ കൊടുത്തുകൊണ്ട് പോയിട്ട്. ചീഫ് സെക്രട്ടറിക്കൊക്കെ വലിയ അധികാരമാണ്. പക്ഷേ കാലം കടന്നുപോയി. ഒരുപാട് നല്ല IAS വന്നു. IAS പേര് പറയുമ്പോൾ TN ശേഷൻ്റെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടാക്കിയ, ഇലക്ഷൻ രംഗത്ത് വിപ്ലവമുണ്ടാക്കിയ TN ശേഷനെ പോലെയുള്ള ആളുകൾ, ഇന്നത്തെ ഡൽഹിയായി കാണുന്നതിന് കാരണഭൂതനായിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനത്തിനെ പോലെയുള്ള ആളുകൾ, കോട്ടയത്തെ സമ്പൂർണ്ണ സാക്ഷരതയിൽ DC ബുക്സും അവിടുത്തെ മുനിസിപ്പാലിറ്റിയും അവിടുത്തെ ആളുകളും കൂടി കാണാൻ വന്നപ്പോൾ അതിനെ മുൻകൈയെടുത്ത് അതിനാവശ്യമായ എല്ലാ സഹായവും അവിടുത്തെ ഒരു കോളേജിലെ NSS യൂണിറ്റുകാരൊക്കെ കൂടെ വന്നപ്പോൾ എല്ലാ സഹായവും കൊടുത്ത് അതിൻ്റെ ചാമ്പ്യനെ പോലെ മുന്നിൽ നിന്ന് നയിച്ച അൽഫോൺസ് കണ്ണന്താനം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൊണ്ടുവന്ന അതിൽ മുൻകൈയെടുത്ത ആളാണ് അൽഫോൺസ് കണ്ണന്താനം. കോട്ടയം നഗരസഭ, പിന്നെയാണ് എറണാകുളം ജില്ലയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ കേരള സംസ്ഥാനമൊക്കെ സാക്ഷരതയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ആനന്ദബോസ്, പിന്നെ വയലിൽ നിന്ന് ഫയലിലേക്ക് എന്നുള്ള പരിപാടികൾ, അങ്ങനെ കുടുംബശ്രീ തുടങ്ങിയ ആളുകൾ, ജോസിനെ പോലെയുള്ള ആളുകൾ, ജലനിധി തുടങ്ങിയിട്ടുള്ള ജെയിംസ് വർഗീസിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ IAS കാരൊക്കെ പല രൂപത്തിൽ പല ഭാവത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. SM വിജയാനന്ദനെ പോലെയുള്ള ആളുകൾ അധികാര വികേന്ദ്രീകരണ രംഗത്ത്, ഭരണപരിഷ്കാര രംഗത്തൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. നിശബ്ദമായി ഒരുപാട് IAS സെക്രട്ടേറിയറ്റിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആളാണ്. അക്കൂട്ടത്തിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് ഡോക്ടർ B അശോകും പിന്നെ പ്രശാന്തുമൊക്കെ. കാര്യം നല്ല തലയ്ക്ക് ഓളമുള്ള ആളുകളാണ്, വിവരമുള്ള ആളുകളാണ്. പക്ഷേ പലപ്പോഴും അവരൊക്കെ വിവാദങ്ങളിലേക്ക് ചെന്നുവിടുന്നു, പലതും ചോദ്യം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഭരണകൂടത്തെ ചോദ്യം ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് സ്ഥാനങ്ങൾ കിട്ടാതെ വരുന്നു. അല്ലെങ്കിൽ മറ്റുള്ള IAS കാരോ മന്ത്രിമാരോ പറയുന്നത് അതുപോലെ കേൾക്കാതെ വരുമ്പോൾ അവരെ തെക്ക് വടക്കടിക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണിത്. ഇപ്പോൾ വന്ന് സംഘർഷാത്മകമായ രീതിയിലാണ് സിവിൽ സർവീസും IAS കാരും പ്രത്യേകിച്ച് കേരളത്തിൽ. കഴിഞ്ഞ 4 വർഷമായി ഡോക്ടർ B അശോകിൻ്റെ ഒരു ബൈറ്റുണ്ട്. ഡോക്ടർ B അശോകിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എനിക്ക് തോന്നുന്നു കൗമുദി ചാനലിലുമുണ്ട്, അല്ലാതെ മറ്റ് പല ചാനലിലുമുണ്ട്. ഡോക്ടർ B അശോക് പറയുന്നത് പിന്നെ കഴിഞ്ഞ 4 വർഷമായി IAS ഓഫീസേഴ്സ് അസോസിയേഷന് മുഖ്യമന്ത്രിയെ കാണാനൊരു സമയം കിട്ടുന്നില്ല എന്നാണ്. ചീഫ് സെക്രട്ടറിയൊക്കെ ഉള്ളതാണെന്നേ. ചീഫ് സെക്രട്ടറി അടക്കമുള്ള IAS കാരായിരിക്കുന്ന ഈ സംസ്ഥാനത്ത്, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ IAS കാരായിരിക്കുന്ന സംസ്ഥാനത്ത്, ജില്ലാ കളക്ടർമാർ IAS കാരായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് IAS ഓഫീസേഴ്സ് അസോസിയേഷന് മുഖ്യമന്ത്രി ഒരു സമയം കൊടുക്കുന്നില്ല സംസാരിക്കാൻ. അവരെ ഗ്രീവിയൻസ് എഴുതി കൊടുത്തിട്ട് അതിന് മറുപടി കൊടുക്കുന്നില്ല. കേഡർ പോസ്റ്റുകളിൽ അല്ലാത്ത ആളുകളെ വയ്ക്കുന്നു. ഏറാൻ മൂളികളെ മാത്രം ഈ ഗവൺമെൻറ് കൊണ്ടുപോകുന്നു. അവസാന വർഷമാകുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തു വന്ന IAS കാരാണെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്. വിശ്വാസ് മേത്തയൊക്കെ അടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നടന്ന തീപിടുത്തത്തെ എങ്ങനെ ന്യായീകരിച്ചെന്നും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വിവരാവകാശ കമ്മീഷണർ ചെയർമാൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് പോസ്റ്റ് കിട്ടിയതൊക്കെ നമ്മൾ കാണുകയാണ്. അവസാന വർഷത്തോട് അടുക്കുമ്പോൾ ഗവൺമെൻറ്റിനോട് ഒട്ടി നിന്ന് പിന്നെ കൽപ്പാന്ത കാലത്തോളം മരണം വരെ വിവിധ പോസ്റ്റുകളിൽ കേഡർ മാറ്റിയും കേഡർ ഉയർത്തിയും കേഡർ താഴ്ത്തിയും
വിവിധ രൂപത്തിൽ മരണം വരെ, ആയുഷ്കാലം വരെ, വിവിധ പോസ്റ്റിൽ ചത്തുപോകുന്നത് വരെ, മരിച്ചു പോകുന്നത് വരെ വിവിധ പോസ്റ്റുകളിൽ കയറിയിരിക്കാനുള്ള ആക്രാന്തവും, അത് സേവനമല്ല, പണം വാങ്ങിക്കൊണ്ട് തന്നെ ഒരേ സമയം വിവിധ പോസ്റ്റുകൾ എടുക്കുവാനുള്ള ആവേശവുമൊക്കെ കാണിച്ചുകൊണ്ട് IAS IPS ഒക്കെ അങ്ങനെ അധപ്പതിക്കുമ്പോൾ പണ്ടാരോ പറഞ്ഞതുപോലെ ഇന്ത്യൻ അരഗൻ സർവീസായി ഇത് മാറരുത്. ജനങ്ങളുടെ പ്രതീക്ഷയാണിത്. ഇവിടെ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ നടക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പോഴുള്ള ഏറ്റവും വലിയ ദോഷം അവരുടെ സെക്രട്ടേറിയറ്റിലോ വകുപ്പ് അധ്യക്ഷന്മാർക്കോ ഒന്നും ചെയ്യാനില്ല. IRTC എന്ന് പറയുന്ന പാലക്കാട്ടെ പരിഷത്തിൻ്റെ സംഘടനയും തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകളും MP പരമേശ്വരനും RVG മോഹനനെ പോലെയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആളുകൾ അവിടെയും ഇവിടെ ഇരുന്ന് കുറേ കൺസെപ്റ്റ് നോട്ടുകൾ എഴുതും. അത് CPMൻ്റെ ഫ്രാക്ഷനിൽ ചർച്ച ചെയ്യും. അത് നോട്ടാക്കി അങ്ങോട്ട് സർക്കാരിന് കൊടുക്കും. CPM മന്ത്രിമാർ മീറ്റിംഗ് വിളിക്കും. അത് തന്നെ അങ്ങോട്ട് ഉത്തരവാകും. യാതൊരു അങ്ങനെയാണ് ഈ ഹരിത കേരളവും ആനന്ദ കേരളവും മറ്റേ കേരളവും മറിച്ച കേരളവും സുരക്ഷിത കേരളവും മാലിന്യമുക്ത കേരളവും ഒക്കെ വരുന്ന ഈ ക്യാമ്പയിനുകളാകട്ടെ, ഈ കൺസെപ്റ്റ് നോട്ടുകൾ തയ്യാറാക്കുന്നതാകട്ടെ, IASകാർക്കൊന്നും ഒരു പങ്കുമില്ല. ആ സമയം അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് പേര് കമ്പ്യൂട്ടറിൽ കളിക്കും, കുറച്ച് പേര് ഗെയിം കളിക്കും, കുറച്ച് പേര് ബിനാമി പണിക്ക് പോകും, കുറച്ച് പേര് ഗോസിപ്പിലേക്ക് പോകും, കുറച്ച് പേര് ഹിന്ദു മത യൂണിറ്റ് ഉണ്ടാക്കും, കുറച്ച് പേര് മുസ്ലിം മത യൂണിറ്റ് ഉണ്ടാക്കും, ചിലർ ഈഴവ യൂണിറ്റ് ഉണ്ടാക്കും, ചിലർ നായർ യൂണിറ്റ് ഉണ്ടാക്കും, ചിലർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ട് ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ ചെന്നുപെട്ട് കേസുകളിൽപ്പെടും. ചിലരാണെങ്കിൽ പോസ്റ്റുകൾ കിട്ടാൻ വേണ്ടി അത് IASകാർ ഇരിക്കേണ്ട സ്ഥലത്ത് IPSകാരെ കൊണ്ടിരുത്തും, IPSകാർ ഇരിക്കേണ്ട സ്ഥലത്ത് IFSകാരെ കൊണ്ടിരുത്തും, IASകാർ ഇരിക്കേണ്ട സ്ഥലത്ത് IFSകാരെ കൊണ്ടിരുത്തും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷഫിൾ ചെയ്ത് തങ്ങൾക്ക് വേണ്ടുന്ന ആളുകളെ, തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും അല്ലാത്തവരെ എല്ലാം നെഗറ്റീവായി കാണുകയും അവരെ തെക്ക് വടക്കടിക്കുകയും അവരെ നിശബ്ദരാക്കുകയും ചെയ്യുമ്പോൾ ഇല്ലാതാവുന്നത് നമ്മളുടെ വ്യവസ്ഥിതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഓരോ IASകാർ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിരുന്നവരാണ്. അവരുടെ കൂടെയുള്ള ആളുകളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചിരുന്നവരാണ്. അവരുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് നന്നായി പുതിയ ആശയങ്ങൾ രൂപീകരിച്ചിരുന്നവരാണ്. ആ കാലമൊക്കെ പോയി തമ്മിൽ പോര്, ചക്കളത്തെ പോര്, കേസ്, സുപ്രീം കോടതി, CAT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഇപ്പോൾ ഡോക്ടർ B അശോക് പറയുന്നത് ഹൈക്കോടതി പോകട്ടെ എന്നാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകട്ടെ എന്നാണ്. സുപ്രീം കോടതിയിൽ നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. സർക്കാരാണെങ്കിൽ അവർക്ക് എവിടെയാണ് ഉളുപ്പ്? അവരുടെ പണമല്ലല്ലോ. ചീഫ് സെക്രട്ടറിക്ക് ഒരു ഉളുപ്പുമില്ല. എന്നാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ഇങ്ങനൊരു ഓർഡർ വന്നു, എങ്ങനെയെങ്കിലും സർക്കാർ IASകാരെ വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്ത് അതിനൊരു കമ്മിറ്റിയെ വെച്ച്, ഒരു കമ്മീഷനെ വെച്ച് അതിൽ പരിഹാരം തേടണം എന്നതിന് പകരമായി ഞങ്ങൾ സുപ്രീം കോടതി പോവും. നിങ്ങൾ മനസ്സിലാക്കുക, IASകാർ അവരുടെ പൈസ കൊടുത്ത് പോയാലും, അവരുടെ പൈസ കൊടുത്താണ് അവർ പോകുന്നതെങ്കിലും, ഗവൺമെൻറ്റിൻ്റെ പൈസ കൊടുത്തു പോയാലും ഇതെല്ലാം ഈ നാടിൻ്റെ ജനങ്ങളുടെ നികുതിപ്പണമാണ്. IASകാർക്ക് തരുന്ന ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളെല്ലാം ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ, ആദിവാസികളുടെ, ദളിതന്മാരുടെ, മത്സ്യത്തൊഴിലാളികളുടെ, കഷ്ടപ്പെടുന്നവരുടെ, കശുവണ്ടി തൊഴിലാളികളുടെ, ആശാ വർക്കേഴ്സിൻ്റെ, അംഗനവാടികളുടെ, ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്ന ദരിദ്ര നാരായണന്മാരടയ്ക്കുന്ന ടാക്സിൻ്റെ പൈസയാണ് ഈ IASകാരെ നിങ്ങൾക്ക് തരുന്നതും IPSകാരെ നിങ്ങൾക്ക് തരുന്നതും IFS IRS എല്ലാവർക്കും നിങ്ങൾക്ക് തരുന്നതും മന്ത്രിമാർക്ക് തരുന്നതും ഖജനാവിലേക്ക് തരുന്നതും. ആ പണമെടുത്താണ് നിങ്ങൾ ചക്കളത്തെ പോരാട്ടം നടത്തുന്നത്. ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഗവൺമെൻറ്റിനോട് കാലാകാലങ്ങളിൽ മുഖ്യമന്ത്രി താങ്കൾ ഇപ്പോൾ തീരാൻ പോവുകയാണ്, അവസാന മാസങ്ങളായി, എന്നാലും പറയുകയാണ്, ഒരു ദിവസമെങ്കിലും താങ്കൾ അധികാരത്തിലിരിക്കുമെങ്കിൽ താങ്കളുടെ ഈഗോയും കോംപ്ലക്സും രാജാധികാര ചിന്തയും എല്ലാം കളഞ്ഞിട്ട് താങ്കൾ തമ്പുരാനൊന്നുമല്ല, ഇവരെ വിളിക്കണം, ഇവരെ വിളിച്ചു കൂട്ടി താങ്കൾ ചർച്ച ചെയ്യണം കാര്യങ്ങൾ. ഏത് ഗ്രീവൻസ് ഉണ്ടായാലും ആ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ഗ്രീവൻസ് ഉണ്ടാകും, ഉദ്യോഗസ്ഥർക്കുണ്ടാകും, IASകാർക്കുണ്ടാകും, IPSകാർക്കുണ്ടാകും. അവരെ ഗ്രീവൻസ് താങ്കൾ കേൾക്കണം. IAS ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു ലെറ്റർ തന്നാൽ അവരുടെ ഗ്രീവൻസ് അവരെ വിളിച്ച് കേൾക്കണ്ടേ? അതിനും കൂടിയാണ് ഞങ്ങൾ ടാക്സ് തരുന്നത്. അല്ലാതെ താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ വെച്ച് കുത്തിത്തിരുകി ബാക്ക് ഡോർ നടത്തി IASകാരെ IPSകാരെയും പല തലങ്ങളിലാക്കി കൂടെ നിൽക്കുന്നവരെന്നും കൂടെ നിൽക്കാത്തവരെന്നും പറഞ്ഞ് വ്യക്തിത്വമുള്ളവർക്കെല്ലാം അവരെ കരിമ്പിൻ ചണ്ടി പോലെ പുറത്ത് കളയുകയും വ്യക്തിത്വമില്ലാത്തവർക്ക് ആയുഷ്കാലം അവർക്ക് സീറ്റുകളും പദവികളും കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് അശ്ലീലമാണ്, അപമാനകരമാണ്, ഇന്ത്യൻ സിവിൽ സർവീസിന് മോശമാണ്. അന്തസ്സുള്ള ആഭിജാത്യമുള്ളൊരു സിവിൽ സർവീസിന് ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലോകത്തെ 1ാം സ്ഥാനത്തേക്ക് നേടാനുള്ള എല്ലാ അവസരവും ഇന്ന് ഭാരതത്തിനുണ്ട്. നമ്മൾ GDP ശരിയായാലും തെറ്റായാലും GDP വെച്ച് നമ്മൾ 3ാം സ്ഥാനത്താണ്, അല്ലെങ്കിൽ 4ാം സ്ഥാനത്താണ്. ജർമ്മനിയോടൊപ്പം നമ്മൾ ഇടിച്ചു നിൽക്കുകയാണ്. അമേരിക്ക, ചൈന, ജർമ്മനി നമ്മളുമുണ്ട് കൂടെ. നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ലോകത്ത് വലിയ രൂപത്തിൽ പോകാൻ പറ്റും.
അതിന് വേണമെങ്കിൽ IAS-കാരും IPS-കാരും പ്രത്യേകിച്ച് IAS-കാർ അവരുടെ ബുദ്ധിയും ശക്തിയും നന്നായി പുതിയ കാഴ്ചപ്പാടുണ്ടാക്കാൻ, പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ, പുതിയ ദർശനങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ സമയം ചെലവഴിക്കണം. പക്ഷേ അവരങ്ങനെ സമയം ചെലവഴിക്കണമെങ്കിൽ അവരെ തമ്മിൽ പിരിപ്പിച്ച് അവരതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ കൂടെ നിൽക്കുന്നവരെന്നും കൂടെ നിൽക്കാത്തവരെന്നും വഴക്കാളികളെന്നും കുഴപ്പക്കാരെന്നും പറഞ്ഞ് തിരിച്ചുകൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ ഇന്ത്യൻ അരഗൻ്റ് സർവീസ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇന്ത്യൻ അടുക്കള സർവീസിലേക്ക് മാറുകയും പലരും പൂമുഖത്തുകൂടി വരുന്നതിന് പകരം പിന്നാമ്പറകത്തുകൂടി വരികയും അടുക്കളയിലൂടെ വരികയും സ്ഥാനമാനങ്ങൾ നേടിക്കൊണ്ടു പോവുകയും അനർഹരായ ആളുകൾ അർഹതയുള്ള ആളുകളെ പിന്തള്ളിയിരിക്കുകയും അർഹരായവർ നിശബ്ദമാവുകയും ചെയ്യുമ്പോൾ ഒരു ജനതയാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്, ഒരു സമൂഹമാണ് പിന്നോട്ട് പോകുന്നത്, ഒരു രാജ്യവും സംസ്ഥാനവുമാണ് പുറകോട്ട് പോകുന്നത്. 5 വർഷം വരുന്ന രാഷ്ട്രീയക്കാർക്ക് എന്താണ്? 5 വർഷം കഴിയുമ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടുമെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ കുറച്ച് മോഷ്ടിക്കും, ഒട്ടും ബോധ്യമില്ലെങ്കിൽ കൂടുതൽ മോഷ്ടിക്കും എന്നുള്ള നിലയിലേക്കാണ് രാഷ്ട്രീയം അധപ്പതിക്കുമ്പോൾ അവിടെ പ്രതീക്ഷയുള്ളതാണ് നമ്മുടെ സിവിൽ സർവീസ് രംഗം, അഡ്മിനിസ്ട്രേറ്റീവ് രംഗം. അധപ്പതിക്കരുത്. ഇന്ത്യൻ അരഗൻ്റ് സർവീസ് ആകരുത് ഇന്ത്യൻ അടുക്കള സർവീസും.